പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ ഫെലനോപ്സിസിൻ്റെ പൂക്കളാണ്. ഇത് ഡെൻഡ്രോബിയത്തിനെ അപേക്ഷിച്ച് വലിയ പൂക്കളാണ് ഇതിനുണ്ടാകുന്നത്. ഇതിൻ്റെ പൂക്കൾ കൊഴിയാതെ 6 മാസം വരെ ഇത് നിൽക്കും. ഇത് മറ്റുള്ള ഓർക്കിഡിനെ അപേക്ഷിച്ച് വില അല്പം കൂടുതലാണ്. ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലപോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഫെലനോപ്സിസ്. ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടൊന്നും മുറിച്ച് കളയരുത്. അതിമൊക്കെ ഒരുപാട് പൂക്കൾ വരുന്നതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഇത് ഈ താഴെ ഭാഗത്തു നിന്ന് പൂക്കൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ അറ്റത്ത് എപ്പോഴും മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതിമെന്നാണ് കിക്കീസും ഉണ്ടാവുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയരുത്. ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയലാണ്. ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കളയാതിരുന്നാൽ ഇതുപോലെ ഒരുപാട് ഫ്ലവറിങ് വരും. ഇതൊക്കെ കണ്ടോ, മുട്ടുകൾ വരികയാണ്. ഇനി ഇതിൻ്റെ പോട്ടിങ് നോക്കാം. ഞാനിത് പോട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ള കരിയാണ്. ഇതിന് കരിയാണ് ഏറ്റവും നല്ലത്. ഈ കരിയിലേക്ക് കുറച്ച് സാഫ് ഇട്ടിട്ട് വെള്ളം പാർന്ന് വെച്ചുകൊണ്ട് ഞാനൊരു ദിവസം ഈ സാഫിൻ്റെ വെള്ളത്തിൽ ഞാൻ ഈ കരി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അതിൽ കുറച്ച് സാഫിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫെലനോപ്സിസിൻ്റെ തൈ എടുത്തിട്ട് ഇതിന് ചെറിയൊരു ചട്ടിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേര് പൊട്ടാതെ ഒന്ന് സൂക്ഷിച്ച് മെല്ലെ ഇളക്കിയെടുക്കുക. ഇതിൻ്റെ വേര് പൊട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വേരൊക്കെ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ അതിൽ നിന്ന് ഊരെടുത്തുകൊണ്ട് ആ ചകിരിത്തൊണ്ടൊക്കെ ഒഴിവാക്കി കൊടുക്കുക. ഇത് കൊക്കോ ചിപ്സിലാണ് വരുന്നത്. അപ്പോൾ അത് വേണ്ട, നമുക്ക് അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അത് മുഴുവൻ ഒഴിവാക്കിയാണ്ട് ഒന്ന് കഴുകിക്കാണ്ട് അതിൻ്റെ കേട് വന്ന വേരുകളും ഉണങ്ങിയ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കേട് വന്ന വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ചെടികൾക്ക് നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമല്ല. ഇതിന് നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. നല്ല ഫ്ലവർ വരും. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരം ഈ സാഫ് കലക്കിയ വെള്ളത്തിലൊന്ന് വെക്കുക. എന്തെങ്കിലും ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് അപ്പോൾ ഇങ്ങനെ വെക്കുക. ഇതിന് നേരിട്ട് സൂര്യപ്രകാശം അടിച്ചാൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഇത് നേരിട്ട് സൂര്യപ്രകാശം തട്ടിനോടത്ത് വെക്കാതിരിക്കുക. ഇത് ഞാൻ ഒരു ദിവസം സാഫ് കലക്കിയ വെള്ളത്തിലിട്ട് വെച്ച കരിയാണ്. അപ്പോൾ ഇനിയിത് പോട്ട് ചെയ്ത് നോക്കാം. ഞാനിതിനെടുത്തിട്ടുള്ള സൈഡിൽ കൂടെ ഒക്കെ നല്ല ഹോളുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. സൈഡിൽ കൂടെ ഒക്കെ നല്ല ഹോളുള്ള ചട്ടി നോക്കി വേണം ഇതിന് എടുക്കാൻ. കുറച്ച് കരി മാത്രം ഇട്ടാൽ മതി. കുറച്ച് കരി ഇട്ടിട്ട് ഇത് ഒരു സൈഡിലേക്ക് ആക്കിയിട്ടാണ് വെക്കേണ്ടത്. ഫെലനോപ്സിസ് നട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ കടത്തി വെച്ചിട്ട് വേണം വെക്കാൻ. ഇതിൽ കൂടുതൽ പോട്ടിങ്ങൊന്നും നിറച്ച് വെക്കണ്ട. കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ആ ചെടി ഇങ്ങനെ അതിൽ സ്റ്റഡിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കരി മാത്രം വെച്ചാൽ മതി. ഇങ്ങനെ സൈഡിൽ വെച്ചാലാണ് ആദ്യം വന്ന് പുതിയ പൂക്കൾ വരാൻ വേണ്ടിയിട്ടുള്ള സ്പൈക്കൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഫെലനോപ്സിസിൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കഴിയുന്നതും വിളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 10 കളറുണ്ട്. ഇപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇതൊക്കെ 2 മാസം കൊണ്ട് തന്നെ ഫ്ലവർ വരും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഇതാണ് സെയിലിനുള്ള പ്ലാന്റുകളൊക്കെ. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഈ ചെടികൾക്ക് മാസത്തിലൊരിക്കൊന്ന് സാഫൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ സാഫാണ് സ്പ്രേ ചെയ്ത് കൊടുക്കൽ. പിന്നെ ഈ ചെടികൾ നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പൂക്കളിലോ ഇതിൻ്റെ തൂമ്പിലൊന്നും വെള്ളം വീഴാതെ വേണം ശ്രദ്ധിക്കാൻ. അതിൻ്റെ തൂമ്പിലൊക്കെ വെള്ളം വീണാൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.